ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ട് എന്ന് പറയാനും ഇല്ല എന്ന് പറയാനും ഉണ്ടോ എന്ന് ചോദിക്കാനും ഇല്ലേ എന്ന് ചോദിക്കാനും പഠിച്ചു അല്ലേ? ഇതെല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്രാക്ടീസ് ചെയ്യാതെ നമ്മൾ ഒരു കാരണവശാൽ മുന്നോട്ട് പോകരുത്. കാരണം നമുക്കിത് പഠിക്കാൻ വളരെ ഈസിയാണ്. നമ്മളിതിങ്ങനെ പറഞ്ഞ് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഈ ഒരു സ്ട്രക്ചർ സെറ്റ് ആവുന്നത് വരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടങ് ട്വിസ്റ്റർ ഇതാണ്. ഹൗ മച്ച് വുഡ്, എത്ര മരം. ഹൗ മച്ച് വുഡ് എ വുഡ് ചക്ക്. ഈ വുഡ് ചക്ക് എന്ന് പറഞ്ഞ ജീവി എത്ര മരം കൊത്തും? ഹൗ മച്ച് വുഡ് എ വുഡ് ചക്ക് ഇഫ് എ വുഡ് ചക്ക് കുഡ് ചക്ക് വുഡ്. ഒരു വുഡ് ചക്ക് എന്ന് പറഞ്ഞ ജീവിക്ക് മരം കൊത്താൻ കഴിയുമായിരുന്നെങ്കിൽ എത്ര മരം കൊത്തും? ഹൗ മച്ച് വുഡ് എ വുഡ് ചക്ക് ഇഫ് എ വുഡ് ചക്ക് കുഡ് ചക്ക് വുഡ്. ഹൗ മച്ച് വുഡ് എ വുഡ് ചക്ക് ഇഫ് എ വുഡ് ചക്ക് കുഡ് ചക്ക് വുഡ്. ഓക്കെ, ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഉണ്ടായിരുന്നു എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം. ഉണ്ടായിരുന്നു എന്ന് പറയാൻ വളരെ ഈസിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഉണ്ട്, ഇപ്പോൾ ഉണ്ട് എന്ന് പറയാനാണ് അല്ലേ? ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നു എന്നല്ലേ? എനിക്ക് ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതെങ്ങനെ പറയാം? അത് പറയാനായിട്ട് 8 ആക്ടേഴ്സിനെ ഓർമ്മയുണ്ടല്ലോ. എൻ്റെ റൈറ്റ് ഹാൻഡിലും ലെഫ്റ്റ് ഹാൻഡിലും ഞാൻ ഹാഡ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, സോ എനിക്കെങ്ങനെ പറയാം? ഐ ഹാഡ് എ മീറ്റിംഗ് യെസ്റ്റർഡേ. ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിങ്ങനെ 8 ആക്ടേഴ്സിനെ വെച്ച് പ്രാക്ടീസ് ചെയ്യാം. വളരെ ഈസിയാണ്. എല്ലാ ആക്ടേഴ്സിൻ്റെയും കൂടെ ഹാഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഐ ഹാഡ് എ മീറ്റിംഗ് യെസ്റ്റർഡേ, യു ഹാഡ് എ മീറ്റിംഗ് യെസ്റ്റർഡേ, ദേ ഹാഡ് എ മീറ്റിംഗ് യെസ്റ്റർഡേ, വി ഹാഡ് എ മീറ്റിംഗ് യെസ്റ്റർഡേ, ഹി ഹാഡ് എ മീറ്റിംഗ് യെസ്റ്റർഡേ, ഷീ ഹാഡ് എ മീറ്റിംഗ് യെസ്റ്റർഡേ, എവ്രിബഡി ഹാഡ് എ മീറ്റിംഗ് യെസ്റ്റർഡേ, ജോൺ ഹാഡ് എ മീറ്റിംഗ് യെസ്റ്റർഡേ. ഓക്കെ, അപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഇന്നലെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം. നമ്മൾ പാസ്റ്റ് ബാക്കിലോട്ടാണ് പോകുന്നത് അല്ലേ? ഓക്കെ, സോ ഹാഡ് വെച്ചിട്ടാണ് ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടത്. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ധാരാളം ടോയ്സ് ഉണ്ടായിരുന്നു. ഐ ഹാഡ് മെനി ടോയ്സ്. കുട്ടിക്കാലം ചൈൽഡ്ഹുഡ് അല്ലേ? ഇൻ മൈ ചൈൽഡ്ഹുഡ്, എൻ്റെ കുട്ടിക്കാലത്ത് ധാരാളം ടോയ്സ് ഉണ്ടായിരുന്നു. സ്കൂൾ കാലഘട്ടത്തിൽ എനിക്ക് ധാരാളം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഐ ഹാഡ് മെനി ഫ്രണ്ട്സ് ഇൻ മൈ സ്കൂൾ ഡേയ്സ്. സ്കൂൾ പഠിക്കുന്ന സമയത്ത് ധാരാളം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. സോ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഹാഡ് വെച്ചിട്ടാണ് പറയേണ്ടത്. ഇനി അടുത്തത് ഉണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയാം? ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ വളരെ ഈസിയാണ്. ഡിഡിൻറ്റ് ഹാവ്. റൈറ്റ് ഹാൻഡിലും ലെഫ്റ്റ് ഹാൻഡിലും ഡിഡിൻറ്റ് ഹാവ് എന്നാണ് എഴുതിയിട്ടുള്ളത്. സോ അത് വെച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഐ ഡിഡിൻറ്റ് ഹാവ് ക്ലാസ് യെസ്റ്റർഡേ. എനിക്ക് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. യു ഡിഡിൻറ്റ് ഹാവ് ക്ലാസ് യെസ്റ്റർഡേ, ദേ ഡിഡിൻറ്റ് ഹാവ് ക്ലാസ് യെസ്റ്റർഡേ, we didn't have class yesterday, he didn't have class yesterday, she didn't have class yesterday, everybody didn't have class yesterday, John didn't have class yesterday. ഇതാണ് ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ ഡിഡിൻറ്റ് ഹാവ് ആണ് നമ്മൾ എല്ലാ ആക്ടേഴ്സിൻ്റെയും കൂടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കണം. ഉണ്ടായിരുന്നോ, നിനക്ക് ഇന്നലെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നോ? ഇങ്ങനെ ചോദിക്കാൻ ഡിഡ് ആണ് ഫസ്റ്റ് വരേണ്ടത്. ഡിഡ് പ്ലസ് ആക്ടർ പ്ലസ് ഹാവ്. ഡിഡ് യു ഹാവ്? ഡിഡ് യു ഹാവ് ഇൻ്റർവ്യൂ യെസ്റ്റർഡേ? നിനക്ക് ഇന്നലെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നോ? സോ നമുക്ക് 8 ആക്ടേഴ്സിനെ വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡിഡ് ഐ ഹാവ് എ ഫ്രണ്ട് ലാസ്റ്റ് ഇയർ? എനിക്ക് കഴിഞ്ഞ വർഷം ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നോ? ഓർ ഡിഡ് ഐ ഹാവ് എ ഹൗസ് ലാസ്റ്റ് ഇയർ? ഡിഡ് യു ഹാവ് എ ഹൗസ് ലാസ്റ്റ് ഇയർ? Did they have a house last year? Did we have a house last year? Did he have a house last year? Did she have a house last year? Did everybody have a house last year? Did John have a house last year? ഉണ്ടായിരുന്നോ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി ഉണ്ടായിരുന്നില്ലേ എന്നാകുമ്പോൾ ഡിഡിൻറ്റ് വെച്ചാണ് ചോദിക്കേണ്ടത്. ഡിഡിൻറ്റ് ഐ ഹാവ് ക്ലാസ് യെസ്റ്റർഡേ? ഡിഡിൻറ്റ് യു ഹാവ് ക്ലാസ് യെസ്റ്റർഡേ? ക്ലാസ് ഉണ്ടായിരുന്നില്ലേ എന്നാണ്. ഡിഡിൻറ്റ് they have class yesterday? Didn't we have class yesterday? Didn't he have class yesterday? Didn't she have class yesterday? Didn't everybody have class yesterday? Didn't John have class yesterday? ക്ലാസ് ഉണ്ടായിരുന്നില്ലേ എന്നാണ് ഇതിൻ്റെ അർത്ഥം. സോ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നോ, ഉണ്ടായിരുന്നില്ലേ, ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളത്. ഇത് വളരെ ഈസിയാണ്, കാരണം എല്ലാ ആക്ടേഴ്സിൻ്റെയും കൂടെ സെയിം സ്ട്രക്ചേഴ്സാണ് ഉപയോഗിക്കുന്നത്. സോ യു ക്യാൻ ഈസിലി പ്രാക്ടീസ് വിത്ത് മെനി സെൻറ്റൻസ്. ഐ ഹോപ്പ് യു വിൽ ഡു ഇറ്റ്. പ്രാക്ടീസ് മേക്സ് എവറിത്തിങ് പെർഫെക്റ്റ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം.